നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച വിധിയിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ റഫറൻസിന് വ്യക്തത വരുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഏതെങ്കിലും തരത്തിൽ ജുഡീഷ്യറി സമയപരിധി നിശ്ചയിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. 14 ചോദ്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്, 14 വിഷയങ്ങളായിരുന്നു രാഷ്ട്രപതി മുന്നോട്ട് വെച്ചിരുന്നത്. അതിനിപ്പോൾ കോടതി മറുപടി നൽകിയിരിക്കുകയാണ്. നിലവിൽ ഈ മറുപടി വരുന്നതോടുകൂടി കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളൊക്കെയും അല്ലെങ്കിൽ നിയമ പോരാട്ടങ്ങളിലൊക്കെയും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലു, തമിഴ്നാടും കേരളവും ഒക്കെ ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം എന്നുള്ളതായിരുന്നു ഏറ്റവും അവസാനമായിട്ട് കണ്ടിരുന്ന ഒരു ആശ്രയം എന്ന് പറയുന്നത്. അതിനുള്ള സാധ്യത കൂടി നിയമ സാധുത കൂടി ഇവിടെ അവസാനിക്കുകയാണ്. കോടതിയിൽ സമീപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമീപിക്കുമ്പോൾ കോടതികൾക്ക് അത് പരിഗണിക്കുകയും ഗവർണർമാർക്ക് തീരുമാനമെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകാൻ വേണ്ടി കഴിയുമെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു സമയപരിധി, ഇത്ര സമയത്തിനുള്ളിൽ ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്ന് ഗവർണർമാരോട് നിർദ്ദേശിക്കാൻ വേണ്ടി കഴിയില്ല. അതായത് ഒരു ബ്ലാങ്കറ്റ് ഓർഡറിലൂടെ അതിന് സമയപരിധി നിശ്ചയിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ജുഡീഷ്യൽ ഉത്തരവിലൂടെ അങ്ങനെ സമയപരിധി നിശ്ചയിക്കുന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നും ഭരണഘടനാ ബെഞ്ച് ഈ റഫറൻസിന് മറുപടി നൽകിക്കൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം ഗവർണർമാർ ഭരണഘടനാപരമായി തീരുമാനമെടുക്കണം, അനന്തമായി വൈകിക്കരുത്. അങ്ങനെ വൈകിക്കുകയാണെങ്കിൽ അതിന് കോടതിയെ സമീപിക്കാം. കോടതിക്ക് റീസണബിൾ ടൈം പീരീഡിനുള്ളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകാമെന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട് കേസിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യം എന്താണോ അതിലേക്കുള്ള മടക്കമാണ് ഇപ്പോൾ ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തമിഴ്നാട് കേസിൽ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് JP പർഡിവാലയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവിൽ കൃത്യമായി തന്നെ ഗവർണർക്ക് അധികാരം സംബന്ധിച്ച് കൃത്യമായി വിശദീകരിച്ചിരുന്നു. ആ വിശദീകരണം അല്ലെങ്കിൽ ഒരു ടൈം ലിമിറ്റ് നിഷ്കർഷിച്ചിരുന്നു. ആ ടൈം ലിമിറ്റ് ഇനി അങ്ങനെ അത്തരം ഒരു ഉത്തരവ് നൽകാൻ, ഒരു ജുഡീഷ്യൽ ഉത്തരവിലൂടെ നൽകാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഫലത്തിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ്, ആശ്വാസം എന്നതിനേക്കാൾ ഉപരി ഒരു വലിയ വിജയമാണ് ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം തമിഴ്നാട് കേസിന്റെ സമാനമായ ഉത്തരവ് അല്ലെങ്കിൽ ഒരു മറുപടിയായിരുന്നു ഈ റഫറൻസിലൂടെ വന്നിരുന്നതെങ്കിൽ ഗവർണർമാരുടെ അധികാരത്തിൽ അത് വലിയ ഇടിവുണ്ടായേനെ. പക്ഷേ അത് ഇവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു വലിയ വിജയവും പ്രതിപക്ഷ ഭരണ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയുമാണ് ഇന്നത്തെ ഈ റഫറൻസിലൂടെ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന